അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം നൽകിയ 5 വസിയത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിൽ ആദ്യത്തെ 3 മുമ്പ് സൂചിപ്പിച്ചു. 4-മതായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക, എങ്കിൽ നിനക്ക് യഥാർത്ഥ മുസ്ലിമാകാം. അപ്പം നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാകുന്നത് നമ്മൾ നമ്മുടെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ സ്വന്തത്തിനെപ്പോഴും നമ്മൾ നന്മകൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നമ്മുടെ മക്കൾ നല്ല നിലയിലെത്തണം, അതുപോലെ നല്ല ജോലി വേണം, സാമ്പത്തിക നില വേണം. ഇങ്ങനെ സ്വന്തത്തിനെപ്പോഴും നമ്മൾ നന്മയാണ് ആഗ്രഹിക്കുന്നത്. ഇതേപോലെ മറ്റുള്ളവർക്കും നന്മ ആഗ്രഹിക്കുമ്പോഴാണ്, അവർക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ്, അങ്ങനെ എല്ലാവരോടും ഗുണകാംക്ഷ വെച്ച് പുലർത്തുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദീനു അന്നസീഹ. ദീനി എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്. നമ്മളൊക്കെ നമ്മളെപ്പറ്റി പറയുന്നത് നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്നൊക്കെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളിലൊരാളും മുഅ്മിനാവുകയില്ല, ഹത്ത ഏതുവരെ, ഹത്ത യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ, തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഇപ്പോൾ സ്വന്തത്തിന് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന, നരകമോചനത്തിന് സഹായിക്കുന്ന സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനോവികാരത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് അകറ്റപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ആരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന നിലയിൽ അവൻ മരണം പ്രാപിക്കട്ടെ, ഈമാനോടുകൂടി മരിക്കുന്ന വിഷയത്തിൽ അവൻ ശ്രദ്ധിക്കട്ടെ. അതുപോലെ തന്നെ തനിക്ക് നൽകപ്പെടാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് നൽകാനും അവൻ തയ്യാറാകട്ടെ. അപ്പോൾ നമുക്ക് സ്വർഗം വേണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, അള്ളാഹുവിൻ്റെ തൃപ്തി വേണോ? 2 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാനാവണം. രണ്ടാമത്തേത്, മറ്റുള്ളവരോട് ഗുണകാംക്ഷ കാണിക്കണം. നമ്മുടെ കയ്യിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനുള്ള മനസ്സ് കാണിക്കണം. മറ്റുള്ളവർക്ക് കൂടി ആ നന്മകൾ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെടണം. എന്നാൽ ഖേദകരെന്ന് പറയട്ടെ, അന്യർക്ക് നന്മയുണ്ടാകുന്നത് ആഗ്രഹിക്കാതിരിക്കുക മാത്രമല്ല, അവർക്ക് നന്മയുണ്ടാകുന്നതിൽ അസഹ്യത കാണിക്കുന്ന ചില ആളുകളുണ്ട്, അസ്വസ്ഥരാകുന്ന ചില ആളുകളുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നതിൽ കണ്ണുകടിയുള്ള ആളുകൾ. വേറൊരാൾ തന്നെക്കാളും വലുതാകുന്നത് അവർക്കിഷ്ടമല്ല. മനസ്സിനെ ബാധിക്കുന്ന മാരകമായ രോഗമാണത്. ആ രോഗത്തിൻ്റെ പേരാണ് അസൂയ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയയിൽ നിന്ന് നമ്മളെ വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ ലാ തബാഇലു, നിങ്ങൾ പരസ്പരം വെറുപ്പ് വെച്ച് പുലർത്തരുത്. വല തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വല തദാബറു, നിങ്ങൾ അങ്ങാടിയിലോ മറ്റോ വെച്ച് കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാതെ പിന്തിരിഞ്ഞ് കളഞ്ഞ് പോകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ഈ അസുഖങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരമായി പറഞ്ഞു, കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളായി പരസ്പര സഹോദരങ്ങളെപ്പോലെ നിങ്ങൾ ജീവിക്കുക. ഇപ്പോൾ സഹോദരങ്ങളെ, അസൂയ എന്നത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സകല നന്മകളും തിന്നു തീർക്കുന്ന പാപമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇയാക്കുമുൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം.
ഇന്നൽ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. തീർച്ചയായും അസൂയ അഗ്നി ഉണങ്ങിയ വിറകുകളെ തിന്നത് പോലെ, അവയെ ചാരമാക്കി കളയുന്നത് പോലെ നിങ്ങളുടെ നന്മകളെ തിന്നു തീർക്കുന്നതാണ്. സ്വാലിഹീങ്ങളായ എത്രയോ ആളുകൾ, നന്മ ചെയ്യുന്ന എത്രയോ ആളുകൾ, അവരുടെ നന്മ അസൂയ കാരണം അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. അതൊക്കെ ഇങ്ങനെ ഈ അസൂയ തിന്നു തീർക്കുകയാണ്. ഈ അസൂയ കാരണം മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞ്, അവരെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞ്, അങ്ങനെ ചെയ്ത നന്മകൾ നശിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സത്യവിശ്വാസികളെ പ്രത്യേകം ഉണർത്തുകയാണ്, ഇയ്യാക്കുമുൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറി വരുന്നതിനെ എപ്പോഴും നിങ്ങൾ കരുതിയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാ ഉൽ ഉമമി ഖബുലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളെ ബാധിച്ച രോഗം നിങ്ങളിലേക്കും വന്നെത്തിയിരിക്കുന്നു. അൽ ഹസദു വൽ ബഅ്ളാ, ആ രണ്ട് രോഗങ്ങൾ, ഒന്ന് അസൂയയാണ്, മറ്റൊന്ന് പകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹിയൽ ഹാലിഖ, അത് തുടച്ചു നീക്കുന്നതാണ്, ഇല്ലാതാക്കി കളയുന്നതാണ്. ലാ അഖൂലു തഹ്ലിക്കു ശഅർ, അത് തുടച്ചു നീക്കുന്നത് രോമമല്ല, മറിച്ച് വലാകിൻ തഹ്ലിക്കു ദീൻ, ദീനിനെ തന്നെയാണ് അസൂയയും പകയും ഇല്ലാതാക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ സത്യവിശ്വാസികളുമാകില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും പറയാണ്, പരസ്പരം സ്നേഹമുണ്ടാകാൻ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കും. പരസ്പരം സലാം പറയുന്ന ആളുകളായി നിങ്ങൾ മാറി. പ്രിയമുള്ളവരെ, അസൂയ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ടാകുന്ന അസൂയയാണ്. അവന് സമ്പത്തുണ്ട്, അവന് നല്ല മക്കളുണ്ട്, അവൻ്റെ മക്കളൊക്കെ ഉയർന്ന നിലയിലാണ്, അവന് നല്ല മനോഹരമായ വീടുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, പ്രശസ്തിയുണ്ട്. ഇങ്ങനെ ദുനിയാവിൻ്റെ പേരിൽ അസൂയ വെക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ പ്രയാസമുള്ള ആളുകൾ. എന്നാൽ ഇതിനേക്കാളും മാരകമാണ്, ഇതിനേക്കാളും ഗൗരവമുള്ളതും ഗുരുതരമായതുമാണ് ദീനിൻ്റെ വിഷയത്തിൽ വെക്കുന്ന അസൂയ. ഒരാൾ തന്നെക്കാൾ ദീനിൻ്റെ വിഷയത്തിൽ മുന്നിലാണ്, കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നു, ദീനീ ദഅ്വാ രംഗത്തൊക്കെ അയാൾ സജീവമാണ്, പള്ളിയുടെ മദ്രസയുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പിലുണ്ട്. അതിൻ്റെ പേരിൽ അസൂയ വെക്കുക, ഇത് ഭൗതികമായ കാര്യങ്ങളിൽ അസൂയേക്കാൾ ഗുരുതരമാണ്. പരിശുദ്ധ ഖുർആനിൽ യഹൂദരുടെ പ്രധാന പ്രശ്നമായി അള്ളാഹു എടുത്തു പറഞ്ഞത് ഈ അസൂയ. സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലം യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറ, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മടക്കിക്കൊണ്ടുവരാനാണ്, മാറ്റിയെടുക്കാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം വ്യക്തമായി ബോധ്യമായിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഹക്കായ പ്രവാചകനാണ്, സത്യപ്രവാചകനാണ് എന്ന് ജൂതന്മാർക്കറിയാം. അവരുടെ വേദഗ്രന്ഥം വഴി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന എല്ലാ അടയാളങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൽ ഒത്തുവന്നിട്ടുണ്ട്. ഇപ്പം കൃത്യമായി അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂല് സത്യപ്രവാചകനാണ് എന്ന്. എന്നിട്ടും അവർ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അതിൻ്റെ കാരണം അവർ പ്രവാചകൻ വരുമെന്ന് വിചാരിച്ചിരുന്നത് ബനു ഇസ്രായേലിൽ നിന്നാണ്, അവരുടെ കൂട്ടത്തിൽ നിന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നത് ഇസ്മായിലി സന്താന പരമ്പരയിൽ അറബികളിൽ നിന്നാണ്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല എന്നുള്ള കാരണത്താൽ ആ അസൂയ നിമിത്തം അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ നിഷേധിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്തെ അവർ നിഷേധിച്ചു, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. എന്നുള്ളത് മാത്രമല്ല, ആരെങ്കിലും ഇസ്ലാമിൻ്റെ ഈ വെളിച്ചത്തിലേക്ക്, നന്മയിലേക്ക് കടന്നു വന്നാൽ അവർ വീണ്ടും തിരിച്ച് ആ കുഫറിലേക്ക്, ആ ളലാലത്തിലേക്ക് മടങ്ങണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഇതുപോലെ ആർക്കെങ്കിലും നന്മ ലഭിക്കുമ്പോൾ അതിഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്. ദീനിൻ്റെ വിഷയത്തിലൊക്കെ അവർ മുമ്പിലാണെങ്കിൽ, ദീനി ദഅ്വാരംഗത്തൊക്കെ അവർ സജീവമാണെങ്കിൽ, എല്ലാ കാര്യത്തിലും അവർ മുന്നിലുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ അസൂയ വെക്കുന്നവർ,
അവരിൽ എന്തെങ്കിലും ന്യൂനത കണ്ടാൽ അത് എല്ലായിടത്തും പറഞ്ഞ് പരത്തി അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നവർ ഇതേറെ ഗൗരവമുള്ള തെറ്റാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത്തരത്തിൽ ഏത് നിലക്കുള്ള അസൂയയാണെങ്കിലും നമ്മളിൽ വരാതെ സൂക്ഷിക്കാൻ എന്തുണ്ട് പരിഹാരം? അതുകൂടി ഈ വിഷയാസ്പദമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി അസൂയ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ ഖളാ ആണ് ഇത് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. ഏതൊരാൾക്ക് എന്ത് നന്മ ലഭിച്ചാലും അത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു കണക്കാക്കിയതാണ്. അപ്പം അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് നമ്മളെന്തിനാണ് അസൂയ വെക്കുന്നത്? രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്ന പാപമാണതുവഴി ഞാൻ ചെയ്യുന്നത്. കാരണം ആരോടെങ്കിലും നമ്മൾ അസൂയ വെക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്തതിൻ്റെ പേരിലാണല്ലോ നമ്മൾ അസൂയ വെക്കുന്നത്. അത് അള്ളാഹു കണക്കാക്കിയതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കണക്കാക്കിയത് നമുക്ക് തൃപ്തിയില്ല എന്നുള്ളതാണ് മറ്റുള്ളവരിൽ അസൂയ വെക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ കോപം നേടിത്തരുന്നതാണ്. മൂന്നാമതായി അസൂയ സ്വന്തത്തെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമുക്ക് അസൂയ ഉണ്ടായാൽ നമ്മുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമാകും. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മയുണ്ടായാൽ അത് നമ്മളിൽ വേദനയുണ്ടാക്കുകയാണ്. പിന്നെ അവൻ എങ്ങനെയെങ്കിലും ആ നന്മയിൽ നിന്ന് അകന്നു പോയാലാണ്, അത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടാലാണ് നമുക്ക് സ്വസ്ഥത ലഭിക്കുക. ഇങ്ങനെ ആർക്കെങ്കിലും നന്മ ലഭിക്കുന്നതിൻ്റെ പേരിൽ അസ്വസ്ഥരായി കഴിയേണ്ടി വരിക എന്ന ദുരവസ്ഥ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നു അസൂയയിലൂടെ. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ അസൂയ കൊണ്ട് ആ വ്യക്തിയുടെ അനുഗ്രഹം ഒരിക്കലും നീങ്ങിപ്പോകില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത് അതവന് നൽകുക തന്നെ ചെയ്യും. നമ്മളതിൽ അസൂയ വെച്ചു, നമ്മുടെ മനസ്സിൽ അത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹു അത് തടയില്ല. പിന്നെ എന്തിന് നമ്മൾ അസൂയപ്പെടണം? അങ്ങനെ അസൂയ എന്ന വലിയ തിന്മ ചെയ്ത് നമ്മുടെ ഉള്ള നന്മകൾ കൂടി നഷ്ടപ്പെടുത്തണം. അഞ്ചാമതായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങളിൽ വല്ല നന്മയോ നേട്ടമോ കണ്ടാൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ആ വിഷയത്തിൽ അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ഫിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അതിലുണ്ടാകട്ടെ. അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ പറഞ്ഞ് ആത്മാർത്ഥമായി ഒരാൾക്ക് ഒരു നന്മ ലഭിക്കുമ്പോൾ അതിൽ വർധനവുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആറാമത്തെ വിഷയം, നമ്മളിൽ അസൂയയില്ലാതിരിക്കാൻ പരലോകത്തെക്കാളും ദുനിയാവിന് പ്രാധാന്യം കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, മറിച്ച് മുമ്പുള്ള സമുദായത്തെ പോലെ ദുനിയാവിന് പിന്നാലെ പാഞ്ഞ് ആ ദുനിയാവ് വിശാലമായി അങ്ങനെ അതിൻ്റെ പേരിൽ നിങ്ങൾ തെൻപോരിമ നടിക്കുകയും അസൂയ വെക്കുകയും ചെയ്ത് സ്വയം നശിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. ഇനി പ്രിയമുള്ളവരെ, ഏഴാമത്തെ വിഷയം, ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നമ്മൾ നോക്കണം. മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അസൂയ ഉണ്ടാവുക. നമ്മളെക്കാളും താഴ്ന്നവരിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായി നന്ദിയോടുകൂടി ജീവിക്കാൻ അത് സഹായകമാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നോക്കി അസൂയപ്പെടാതെ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കി അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കുക. ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അസൂയ എന്ന ഈ മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമാകുന്നത്, നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്കും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.